എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം മാറി, എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് മറ്റേതിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന് കണ്ടിന്യൂ ചെയ്യാനത്. എന്നാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നം, ഏജ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം വളരെ ബ്രീഫായിട്ട് പറയാമെന്ന് വെച്ചാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്ക് 14-ാം തീയതി, അതായത് നാളെ കാറ്ററാക്ട് ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു കണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ താമസിയാതെ അടുത്ത കണ്ണും കാണും. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് എന്താണ് പറ്റുന്നത്. സ്ത്രീകൾക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അങ്ങ് ഓവറീസൊക്കെ ഡിസ്ഫങ്ഷനലായി ഈസ്ട്രജൻ കുറഞ്ഞു പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. നമ്മൾക്കെല്ലാം അറിയാം. ബ്രെയിനിനെയും അത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമിനെ അത് എഫക്റ്റ് ചെയ്യും. നമ്മൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ആവും. അത് കാരണം നമ്മളുടെ ബാലൻസ് ഓഫ് ഈ ഷുഗറൊക്കെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് വരും. അത് ഒരു വശം. പിന്നെ രണ്ടാമത്തെ വശം, അത് കാരണം നമ്മളുടെ ട്രൈഗ്ലിസറൈഡ്സും LDL കൊളസ്ട്രോളും ഹയർ ആയിട്ട് നിൽക്കാൻ ഉള്ള ഒരു ടെൻഡൻസി വരും, ഈസ്ട്രജൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈസ്ട്രജൻ ഉള്ള കാലത്തോളം സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. വേറെ വല്ല കണ്ടീഷൻ ഉണ്ടെങ്കിലേ അങ്ങനെ വരാറുള്ളൂ. പക്ഷേ ഈസ്ട്രജൻ പോയി കഴിയുമ്പോൾ ആ ചാൻസ് കൂടുകയാണ്. കാരണം നമ്മുടെ LDLും ട്രൈഗ്ലിസറൈഡും കൂടും, വേറെ പല മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാകും. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മസിൽ ലോസ് ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കർക്കടക ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര മസിൽ ലോസ് ആണ്. അങ്ങനെയാണ് ഞാൻ ഹാബിൾഡ് യോഗയിലൊക്കെ ചേർന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് അത് റിവേഴ്സ് ചെയ്യും. അപ്പോൾ മസിൽ ലോസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വീക്കർ ആവും. അതിന് പുറമെ നമ്മളുടെ ഷുഗർ മേജർ പോർഷൻ സ്റ്റോർ ചെയ്യുന്നത് മസിൽസിലാണ്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് കുറയും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് സ്ത്രീകൾക്ക് മെനോപോസിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. അത് എക്സസൈസും ഡയറ്റും കൊണ്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡയറ്റിൽ നമ്മൾ ആഡക്വേറ്റ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം, ധാരാളം വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ മസിൽ ഗെയിൻ ചെയ്യാനായിട്ട്, മസിൽ ലോസ് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള വഴികൾ ചെയ്യണം. അപ്പോൾ ആ വഴികളിൽ കൂടെയൊക്കെ നമ്മളുടെ ഈ ഒരു മെനോപോസ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുമെങ്കിൽ നാളെ മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു ബ്രീഫായിട്ട് ഇനി വരാനുള്ള കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ്. ആ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ കാര്യവും ഞാൻ ആദ്യം എൻ്റെ പുറത്ത് തന്നെ പരീക്ഷിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് വയ്യാതെ ഇരിക്കുമ്പോൾ റെസ്റ്റ് പീരീഡ് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല. അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുക, കണ്ണൊക്കെ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചെറിയതായിട്ട് കാറ്ററാക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണാടി വെച്ചാൽ കാണാൻ പറ്റത്തില്ല. പുതിയ കണ്ണാടി അപ്പോൾ വാങ്ങിക്കരുത്. നന്ദി, നമസ്കാരം.